ഏട്ടൻ വന്നപ്പോൾ എന്നെക്കാളും മുന്നിൽ ഓടിപ്പോയിട്ട് ഇതാ പൊതി വാങ്ങിക്കൊണ്ട് വരികയാണേ. ഐസ്ക്രീം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതാണ് കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ബേക്കറി ഐറ്റംസാണ് കൊണ്ടുവന്ന് വന്നേ. 3 ദിവസം കഴിഞ്ഞ് കണ്ട സന്തോഷമാണ് കേട്ടോ അച്ഛനും മോൾക്കുള്ളത്. ടി വിയിൽ അമ്മ ഈ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പാട്ടൊക്കെ കണ്ടിട്ട് അവർ കളിക്കുന്ന പോലെ അവൾ ഡാൻസ് കളിക്കുകയാണേ. അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണേ അവരിങ്ങനെയാണ് കളിക്കുന്നത്, സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുക്കുകയാണേ. പിന്നെ കുറച്ച് നേരം അവൾ ടി വി നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെങ്ങനെ കളിക്കുന്നത്. പിന്നെ അവൾക്കറിയുന്ന പോലെയൊക്കെ അവൾ കളിക്കുകയാണേ. ഡാൻസ് പാട്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവും ചെയ്യും. ഡാൻസാണ് ഒന്നും കൂടി ഇഷ്ടം. അവളെ ഡാൻസ് പഠിപ്പിക്കണമെന്നുണ്ട് കേട്ടോ. ബൈക്കിൽ പോകുന്നതുകൊണ്ട് മഴയില്ലാത്ത നേരം നോക്കി വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി വാശി പിടിക്കുകയാണേ. ബേക്കിലിരുന്നാൽ മതി എന്ന് പറഞ്ഞതിന് വിഷമിച്ച് വന്നതാണ് കേട്ടോ. അമ്മ പിന്നെ അവിടെ സമാധാനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മയ്ക്ക് ഉമ്മൊക്കെ കൊടുത്തിട്ട് പോവുകയാണേ. അമ്മമ്മനെ തിരിഞ്ഞ് നോക്കിയിട്ടേ ടാറ്റ കൊടുത്ത് പോവുകയാണേ. ബൈക്കിൽ കയറിയപ്പോൾ അവൾ ഹാപ്പി ആയി കേട്ടോ. വണ്ടിയിൽ കയറിയ പെട്ടെന്ന് ഉറങ്ങുന്ന ആളാണ് കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ കയറിയപ്പോൾ അവൾ എണീപ്പിച്ചതാണേ. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതിൻ്റെ വിഷമമാണ് മുഖത്തുള്ളത്. ഉറക്കക്ഷീണമായതുകൊണ്ട് തന്നെ അവളൊന്നും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾക്ക് പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ചു. മസാല കാടമുട്ട മതിയെന്ന് പറഞ്ഞപ്പോൾ അതാ വാങ്ങിയതേ.